എല്ലാവരും അടിപൊളിയായിരിക്കുന്നല്ലോ, പ്രിട്ടീനീസ് ആണ് കേട്ടോ. അപ്പൊ നാളെയാണ് നമ്മുടെ ബേസിക് സയൻസിന്റെ പരീക്ഷ. അപ്പൊ ഈ ഒരു ഒറ്റ വീഡിയോ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇതാ നമ്മുടെ ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്ന് പറഞ്ഞ് ഈ ഒരു പാഠം പഠിച്ചു തീർക്കാൻ. ഈ വീഡിയോയിൽ നമ്മൾ ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കാണാൻ പോവാണ്. കംപ്ലീറ്റ് ഈ ഒരു ചാപ്റ്ററിന് കോൺസെപ്റ്റ് പഠിക്കാൻ പോവാണ്. ഇവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുമെന്നുള്ളത് കേട്ടോ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് മുഴുവൻ കാണുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ, മിസ്സിനെ ഇഷ്ടമായെങ്കിലൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓരോ ഭാഗങ്ങളൊന്നും പഠിച്ചെടുക്കാം. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന് പറയുന്ന ഭാഗം, അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി എ വണ്ടർ എന്ന് പറയുന്ന ഭാഗത്തിൽ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് എല്ലാ ഭാഗത്തേക്കും, എല്ലാ സെല്ലിലേക്കും, എല്ലാ കോശത്തിലേക്കും എത്തിക്കുന്നത് എന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നോക്ക്, ന്യൂട്രിയൻസ് ദാറ്റ് ആർ അബ്സോർബ്ഡ് ബൈ villi in small intestine and oxygen obtained as a result of breathing reach in cells. അല്ലെ, നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ എന്താണ്, ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ചെറുകുടലിലെ വില്ലസുകൾ വഴി ആഗിരണം ചെയ്താണ് രക്തലോമികയിലേക്ക് കയറുന്നത്. ആൻഡ് the result of breathing reach in cell, all these functions are performed by blood. അല്ലെ, നമ്മുടെ ഈ ബ്ലഡിലൂടെയാണ്, രക്തത്തിലൂടെയാണ് ഈ പോഷകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, കോശത്തിലെത്തുന്നത്. അത് മാത്രമല്ല, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനും ഇതേപോലെ എല്ലാ സെല്ലിലേക്കും എത്തുന്നുണ്ട്, എല്ലാ കോശത്തിലേക്കും എത്തുന്നുണ്ട്. ഇനി നോക്ക്, രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യന വ്യവസ്ഥ. ഇതെന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും 3 ആൾക്കാരാണുള്ളത്, പഠിച്ചു വെച്ചോ. ഒന്ന് രക്തം, ബ്ലഡ് ഉണ്ട്, അതുപോലെ തന്നെ രക്തക്കുഴലുകൾ, ബ്ലഡ് വെസൽസ് ഉണ്ട്, പിന്നെ ഉള്ളത് എന്താ, ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ബോഡിയിലേക്ക് നോക്ക്, രക്തമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അതുപോലെ തന്നെ ഏതാണ്, നമ്മുടെ ഹാർട്ട്, ഹൃദയമുണ്ട്, ബ്ലഡ് ഉണ്ട്, പിന്നെയോ ബ്ലഡ് വെസലുകൾ ഉണ്ട്. ബ്ലഡ് വെസൽസ് അതായത് രക്തക്കുഴലുകൾ. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇനി നോക്കുക, നമ്മുടെ ബ്ലഡിന്റെ കളർ എന്താ, റെഡ് കളറാണ് അല്ലെ. എന്തുകൊണ്ടാണ് ഈ റെഡ് കളർ കിട്ടിയത്? നമുക്കറിയാം, നമ്മുടെ ബ്ലഡില് ഒരു പിഗ്മെന്റ് ഉണ്ട്, ഒരു വർണ്ണ വസ്തു ഉണ്ട്. അതേതാണ്, ഹീമോഗ്ലോബിൻ ആണ്. അപ്പൊ ഈ ഹീമോഗ്ലോബിൻ എന്ന വർണ്ണ വസ്തുവാണ് നമ്മുടെ ബ്ലഡിന് അല്ലെങ്കിൽ രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്നത്. ഇനി ഈ ചുവന്ന നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിൻ ആണെന്ന് പറഞ്ഞു. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു വർണ്ണ വസ്തു, പിഗ്മെന്റ് ആണ്. അതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നത്? 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ പ്രോട്ടീൻ ആണ്. ഒന്നെന്താണ്, ഒന്ന് പ്രോട്ടീൻ ആണ്, പ്രോട്ടീൻ. പിന്നെ എന്തുണ്ട്, പ്രോട്ടീന്റെ കൂടെ തന്നെ അയൺ അടങ്ങിയിട്ടുണ്ട്, ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് പ്രോട്ടീനും ഇരുമ്പും വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇനി ഈ പറയുന്ന ഇരുമ്പ് അടങ്ങിയ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ശരീരത്തിലേക്ക് ഇരുമ്പ് ഉണ്ടാവും, അതിനനുസരിച്ച് ഹീമോഗ്ലോബിൻ ഉണ്ടാകുള്ളൂ, ബ്ലഡ് ഫ്ലോ നല്ലോണം നടക്കുള്ളൂ. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ്, നമ്മുടെ നല്ല ഇലക്കറികളിൽ, മുരിങ്ങയിലയിൽ നല്ല എന്താണ് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ വിറ്റാമിനുകളൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ്. പിന്നെ നമ്മുടെ ഡേറ്റ്സ്, ഈന്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്, മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ നമുക്ക് ലഭിക്കുള്ളൂ. ഇനി മക്കളെ, ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കമ്പോണൻസ് ആണ് അതിൽ കാണാം? ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തിൽ അടങ്ങിയ ഘടകങ്ങൾ എന്തൊക്കെ? ഒന്ന് നമുക്ക് പറയാം, ആദ്യം അതിനെ 2 ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് അതിലെ ലിക്വിഡ് ആയിട്ടുള്ള ജല പോലത്തെ കിടക്കുന്ന പാർട്ടുണ്ട്, ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗം. അതിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. എന്താണ് പ്ലാസ്മ എന്ന് പറയുന്നത്? അപ്പം രക്തത്തിന്റെ ദ്രാവക ഭാഗം, ഇളം മഞ്ഞ നിറമുള്ള ഭാഗം, ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്ന ഒരു ഭാഗമാണ് ഈ പ്ലാസ്മ എന്ന് പറയുന്നത്. ബാക്കി 3 എന്താ, ബ്ലഡ് സെല്ലുകളാണ്. ബാക്കി 3 എന്താണ്, ബ്ലഡ് സെൽ അല്ലെങ്കിൽ രക്തകോശങ്ങളാണ്. ഈ ബ്ലഡ് സെല്ലുകൾ, രക്തകോശങ്ങൾ 3 എണ്ണമാണുള്ളത്. ഒന്ന് പ്ലേറ്റ്ലെറ്റ്, ഒന്ന് റെഡ് ബ്ലഡ് സെൽസ്, ഒന്ന് WBC. അപ്പൊ RBC ചുവന്ന രക്താണുക്കളുണ്ട്, 2 പിന്നെ വെളുത്ത രക്തകോശങ്ങളുണ്ട്, പിന്നെ നമുക്ക് പ്ലേറ്റ്ലെറ്റുകളും ഉണ്ട്. അപ്പൊ ഇനി നോക്കണേ, എന്താണ് ഈ ചുവന്ന രക്തകോശം, റെഡ് ബ്ലഡ് സെല്ല്? നമ്മൾ പറഞ്ഞു ഡിസ്ക് ഷേപ്പ് ആയിട്ടാണ് ഈ RBC കാണുക കേട്ടോ. ഇതുപോലെ ഒരു ഡിസ്ക് ഷേപ്പ് ആയിട്ടാണ് നമ്മൾ RBC കാണുക. അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, അതിലൊന്നും എന്തില്ല, മർമ്മമില്ല. ഹീമോഗ്ലോബിൻ നമ്മൾ കാണുന്നത് എവിടെയാ, ഈ ഒരു RBCയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹീമോഗ്ലോബിൻ കാണാം. ആൻഡ് ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. എന്താണ് ചുവന്ന രക്താണുക്കളുടെ ധർമ്മം അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ട്, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നതാണ്. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം, വെളുത്ത രക്തകോശം അല്ലെങ്കിൽ WBC.
ഇവർക്ക് പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല. കുറേ ടൈപ്പ് WBC നമ്മുടെ രക്തത്തിലുണ്ട്. അപ്പൊ ഇവർക്ക് മർമ്മമുണ്ട്, രോഗാണുക്കളെ നശിപ്പിക്കുക, നമ്മുടെ പ്രതിരോധ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് എന്ത് ഈ ഒരു WBCയുടെ പ്രവർത്തനം. അപ്പം നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാരായിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഈ WBC അല്ലെങ്കിൽ ഈ ഒരു വെളുത്ത രക്തകോശങ്ങളാണ്. പിന്നെ നമുക്കുള്ളത് ആരാണ്? പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലെ. രക്തം കട്ട പിടിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണെന്ത്? പ്ലേറ്റ്ലെറ്റുകൾ. അപ്പം ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ട പിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബ്ലഡിന്റെ കമ്പോണൻസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അയൺ റിച്ച് ഫുഡ് ഏതൊക്കെയാണെന്ന്. അതൊന്ന് ഡേറ്റ്സ്, എഗ്, മുരിങ്ങ ലീവ്സ് ആണ്. അതും കൂടെ പഠിച്ചു വെക്കാം. ഹീമോഗ്ലോബിൻ plays an important role in carrying oxygen from lungs to cell and carbon dioxide from cell to lungs. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ ഊർജം ഉണ്ടാക്കണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പൊ ഈ ഓക്സിജനെ നമ്മുടെ സെല്ലിലേക്ക് അല്ലെങ്കിൽ കോശത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ലങ്സിലേക്ക് എത്തിക്കുക, ശ്വാസകോശത്തിലേക്ക് എത്തിക്കുക. ഓക്കെ, സെല്ലിൽ നിന്ന് ഓക്സിജനെ സെല്ലിലേക്ക് എത്തിക്കുക, സെല്ലിൽ നിന്ന് ലങ്സിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് എത്തിക്കുക. ഇത് രണ്ടും ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ ആണ് ഇവരെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇനി മക്കളെ, നമ്മൾ ബ്ലഡ് വെസലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. അപ്പൊ ബ്ലഡ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് വെസൽസ് ആണ് രണ്ടാമത്തെ നമ്മുടെ രക്തപര്യന വ്യവസ്ഥയുടെ ഭാഗം. അതിൽ നോക്കുക, 3 തരത്തിലാണ് രക്തക്കുഴലുകൾ ഉള്ളത്. ഒന്ന് ആർട്ടറി, ധമനി നിങ്ങൾക്ക് കാണാം. 2 വെയിൻ അല്ലെങ്കിൽ സിര കാണാം. 3 ലോമികകൾ അല്ലെങ്കിൽ ക്യാപ്പിലറീസ് കാണാം. ലോമികകൾ അല്ലെങ്കിൽ ക്യാപ്പിലറി, ഇത് 3നും എന്തുണ്ട്? പ്രത്യേകതകളുണ്ട്. ഒന്ന് നോക്കാം, ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അതായത് ഇതാണ് നമ്മുടെ ഹാർട്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഹൃദയമെങ്കിൽ ഈ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് എന്ത്? ആർട്ടറി അല്ലെങ്കിൽ ധമനികൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബോഡിയിൽ നിന്ന് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ വെയിൻസ് അല്ലെങ്കിൽ സിരകൾ എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മിസ് ഒന്നും കൂടി പറഞ്ഞുതരാം. ആർട്ടറീസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ നിറഞ്ഞ ബ്ലഡിനെ നമ്മുടെ ബോഡിയിലേക്ക്, ശരീരത്തിലെ സെല്ലുകളിലേക്ക് എത്തിക്കുന്നതാണ് ആർട്ടറി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ധമനികൾ എന്ന് പറയുന്നത്. ഇതേപോലെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് ആര്? നമ്മുടെ സിരകൾ അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയുമ്പോൾ സെല്ലിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകാൻ, ഹാർട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് ലങ്സിലേക്ക് കൊണ്ടുപോകുക. അതാണ് ആര്? നമ്മുടെ വെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ടിലേക്ക് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് സിരകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വെയിൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താ? CO2 നിറഞ്ഞ ബ്ലഡ് ആണ് കൊണ്ടുപോകുക. കാപ്പിലറീസ് ആർ തിൻ ബ്ലഡ് വെസൽ ദാറ്റ് കണക്ട് ആർട്ടറി ആൻഡ് വെയിൻ. നമ്മൾ ഈ പറഞ്ഞ ധമനികളെയും സിരകളെയും കണക്ട് ചെയ്യുന്ന ചെറിയ രക്തക്കുഴലുണ്ട്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള രക്തക്കുഴലുകൾ. ഇങ്ങനെ ഓരോ കോശങ്ങൾ മാത്രമുള്ള അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് കാപ്പിലറി അല്ലെങ്കിൽ രക്തലോമികകൾ എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ ആളാണ് ആര്? നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ട് എന്ന് പറയുന്നത്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ മുഷ്ടി ഉണ്ടല്ലോ, ഇതാ. ഇപ്പൊ മിസ്സിന്റെ ഹാർട്ട് എന്ന് പറയുന്നത് മിസ്സിന്റെ ഈ മുഷ്ടിയുടെ സൈസിലായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കി, നിങ്ങളുടെ കൈയിന്റെ ഹൃദയത്തില് നിങ്ങളുടെ കൈയിന്റെ മുഷ്ടി എടുത്ത് നോക്കിയാൽ ആ സൈസിലായിരിക്കും നിങ്ങളുടെ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പൊ രക്തപര്യണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം സർക്കുലേറ്റ് ചെയ്ത് ബ്ലഡിലൂടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ ഹാർട്ടാണ്. സെന്റർ ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അങ്ങനെ തന്നെ ചോദ്യം വന്നാൽ എഴുതണം കേട്ടോ. ആൻഡ് ഇത് രക്തം പമ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്ക് ഇടയിലാണ് ഇത് കാണപ്പെടുന്നത്. അതായത് നമ്മുടെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും ഔരസാശയം. അവിടെയാണ് നമ്മുടെ ലങ്സ് ഉള്ളത്. ഈ ലങ്സിന്റെ ഇടയിലായിട്ടാണ് ആരെ കാണുക? നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം കാണുക, ഇടത്തോട്ട് കുറച്ച് ചെരിഞ്ഞിട്ട്. ആൻഡ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഹാർട്ടിനെ സംരക്ഷിക്കാൻ നമുക്കാരുണ്ട്? വാരിയെല്ലുകളുണ്ട്, റിബ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇനി ഹാർട്ടിന്റെ പ്രത്യേകതകൾ എന്താ നോക്കാം. ഒന്ന്, നമ്മൾ പറഞ്ഞു മുഷ്ടിയുടെ വലുപ്പത്തിലാണ് നമ്മുടെ ഹാർട്ട് ഉള്ളത് അല്ലെ, ക്ലെൻജഡ് ആയിട്ടുള്ള ഫിസ്റ്റ് പോലെ. ആൻഡ് ഹാർട്ട് ഈസ് കവേർഡ് ബൈ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് ഒരു ആവരണമുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരികാർഡിയം. ഇരട്ട സ്ഥലമാണ്. ഈ ഹാർട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലെ ഹാർട്ട് നമ്മൾ വരയ്ക്കാണ്. ഈ ഹാർട്ടിന് ഇരട്ട സ്ഥലമുണ്ട്, ഡബിൾ മെംബ്രെയിൻ ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരികാർഡിയം എന്ന് പറയുന്നത്. പെരികാർഡിയം എന്ന് പറയുന്നത് മാത്രമല്ല, ഇവർക്ക് എന്തുണ്ട്? 4 അറകളുണ്ട്. കണ്ടോ? 1, 2, 3, 4 അറകൾ, 4 ചാമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും.
അപ്പൊ ഇത്രയും ഫീച്ചേഴ്സുകളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, ഹൃദയത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ പാഠത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുൾ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.